ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 100-ലധികം കേസുകൾ. സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചും ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിലും വ്യാപക പരിശോധന. ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചും പരിശോധനകൾ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ജൂൺ 1-ന് 10 കേസും 2, 3, 4 തീയതികളിൽ 22, 24, 30 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി 34.17 ഗ്രാം കഞ്ചാവും 0.18 ഗ്രാം ബ്രൗൺ ഷുഗറും 0.380 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. 4-ാം തീയതി 8.8 ഗ്രാം കഞ്ചാവും 59.81 ഗ്രാം MDMAയും പിടികൂടിയിട്ടുണ്ട്. പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. വലിയൊരു ജില്ലാതലത്തിലൊരു പരിപാടി ആന്റി ഡ്രഗ് ഡേ, ദാറ്റ് ഇസ് 26 ജൂണിന് ഞങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്കൂൾസിൽ കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻസ്, ഫ്ലാഷ് മോബ്സ്, പിന്നെ പിള്ളേർക്ക് അപ്പീൽ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ആന്റി ഡ്രഗ് മെസ്സേജ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല പരിപാടികളും ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന യജ്ഞമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. സിറ്റി, റൂറൽ പോലീസ് ജില്ലകളിലെ വിവിധ പോലീസ് സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചും നാർക്കോട്ടിക് വിഭാഗവും ചേർന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ ശക്തമായ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് തുടരും. ഞങ്ങൾ വളരെ ഡീപ്പായിട്ട്, ഇപ്പോൾ ചെറിയ കേസാണെങ്കിലും വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗ്സിൻ്റെ സോഴ്സ് കണ്ടെത്താനും ഇതിൻ്റെ റൂട്ട്സും ഇതിൻ്റെ മെയിൻ ഡീലേഴ്സും. ഇപ്പോൾ ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുള്ള ഇൻ്റലിജൻസ് കൂടാതെ ഓരോ കേസിലും ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പുതിയ ഇൻ്റലിജൻസ് ജനറേറ്റ് ചെയ്യാനുള്ള എഫേർട്സും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ 500 മീറ്റർ പരിധിയിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. സംസ്ഥാനത്തുടനീളമായി നടത്തുന്ന വ്യാപകമായ പരിശോധനയിലൂടെ ലഹരിയുടെ അടിവേരറക്കാൻ ഒരു പരിധിവരെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോഴിക്കോട്.